ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു നാടൻ പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെ ഗോതമ്പിൻ്റെ റൊട്ടിയാക്കാൻ പോയാലും പിന്നെ മോള് പറഞ്ഞ് നമുക്ക് റൊട്ടി വേണ്ട, എനിക്ക് പിസ വേണമെന്ന്. പിന്നെ ഞാൻ ആ റൊട്ടിക്ക് കുഴച്ച മാവിൽ തന്നെ പിസയാക്കാൻ നോക്കി. അടിപൊളിയായിട്ട് കിട്ടീനി. റൊട്ടിക്ക് ഇങ്ങനെ തേങ്ങയെല്ലാം ഇട്ട് കുഴച്ചതാണ്. അത് കുഴക്കുമ്പോൾ ഓള് വന്നിച്ച് പറഞ്ഞാൽ എനിക്ക് റൊട്ടി വേണ്ട, പിസ മതിയെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൽ പിസ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ അതിൽ ഞാൻ വേഗം വെള്ളമെല്ലാം ഒഴിച്ച് കുഴച്ച് ഉപ്പെല്ലാം ഇട്ട് കുഴച്ച് റൊട്ടീൻ്റെ മാവ് നമ്മൾ ഗോതമ്പിൻ്റെ റൊട്ടി ചുടൂലേ, ഇത് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ പരത്തിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ചീസെല്ലാം ഇട്ട് കൊടുത്ത്, നല്ല കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്ത് ഈ ഗോതമ്പ് റൊട്ടീൻ്റെ മേലെ. അതിൻ്റെ അടിയിൽ കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുത്തിന് കേട്ടോ. എന്നിച്ചാന്ന് പിന്നെ ചീസ് ഇട്ടേ. എന്നുവെച്ച് പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഉള്ളി എല്ലാം കൂടി ചെറുതായി മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടെടുത്ത്, പിന്നെ അതെല്ലാം നല്ല ഇഷ്ടം പോലെ ലാവിഷായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉണ്ടായിന് കുറേ. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും ഞാൻ പൊരിച്ചിച്ച് അതും ചെറുതായിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചിക്കൻ കുറച്ച് വലിയ പീസായതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കിച്ചാണ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു പിസാൻ്റെ ലുക്ക് തന്നെ വന്നിനി. പിന്നെ ഒറിഗാനൊന്നും ഇല്ലേനെല്ലാം മേടിക്കണം, തീർന്ന്, അതുകൊണ്ട് അത് ഇട്ടിച്ചില്ല. ബാക്കി എല്ലാം ഇട്ടു. എന്നുവെച്ച് നല്ല അടിപൊളിയായിച്ച് നല്ല പിസേൻ്റെ ടേസ്റ്റ് തന്നെ വന്നിനി. എന്നുവെച്ച് പിന്നെ അപ്പോൾ ഓക്കും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അങ്ങനെ തന്നെയല്ലേ, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കിട്ടുമ്പോൾ നല്ല സന്തോഷമായിരിക്കൂലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ അടിപൊളി ഗോതമ്പിൽ റൊട്ടിയിൽ പിസയാക്കിച്ച് സൂപ്പറാണ് ടേസ്റ്റ്. ഇനി നല്ല വീഡിയോ അയച്ച് നമുക്ക് വീണ്ടും കാണാം. ഈസി റെസിപ്പി.